ഞങ്ങളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയുണ്ടാകണം. വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ച് ദയവേത് ഉപദ്രവിക്കരുത്. കാരണം ഞാനൊന്നിനും ഉള്ള ആളല്ല. നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സാധിക്കും. ഗതാഗതവകുപ്പാണെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞില്ല. അത് പറയുകയാണെങ്കിൽ ഗതാഗതവകുപ്പാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. പക്ഷേ എങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ട്. അദ്ദേഹം വകുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയാം. പിന്നെ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയെക്കുറിച്ച് പഠിക്കേണ്ടത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരു മോശം സ്ഥിതിയിലാണ്. പിന്നെ തൊഴിലാളികളുടെ ഒരു സഹകരണം ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഒക്കെ നന്നാക്കി ലാഭത്തിലാക്കാമെന്നുള്ള മണ്ഡലത്തിലും പറയത്തില്ല. അതിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ നിലയിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.